ഇന്ന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് പോവാട്ടോ. സാറ്റർഡേ പോയിട്ടുണ്ടായിരുന്നത്. വീക്കെൻഡിലാണ് പോവുക പുറത്ത്. പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ മക്കൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് രാവിലെ എണീറ്റ് പോകുന്നത് കൊണ്ട് നൈറ്റ് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാറില്ല. പക്ഷേ സാറ്റർഡേ എനിക്ക് ഓൺലൈനിൽ ക്ലാസ് ഉണ്ടായിരുന്നു. വർക്കൗട്ടിന് ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പുറത്ത് പോകുന്നത്. സൺഡേ ലീവാണ്, പക്ഷേ സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നു. ഓൺലൈനിൽ വർക്കൗട്ട് ഉണ്ട്, അറിയാത്തവർക്ക് വേണ്ടി പറയാട്ടോ. ഓൺലൈനിൽ പിന്നെ ലൈവ് സെഷനാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാട്ടോ. അങ്ങനെ ഞങ്ങൾ മാളിലെത്തിയിട്ട് ഡ്രസ്സിൻ്റെ സെഷനിലെത്തി കേട്ടോ. പിന്നെ ഓരോന്നായിട്ട് ഷോപ്പിൽ കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി. ഫസ്റ്റ് സുഡിയോയിൽ കയറിയപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിച്ച അത്ര കളക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വലിയ പ്രതീക്ഷയോടെ മോള് പോയത്, സുഡിയോയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയത് കേട്ടോ, ഇറങ്ങിയത്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ വലിയ അവർക്കൊരു തൃപ്തിയില്ല. പറഞ്ഞ പോലെ എനിക്കും തൃപ്തിയായിട്ടില്ല, ഒന്നും വലിയ ഇഷ്ടമായില്ല. എന്നാൽ സ്റ്റുഡിയോയിൽ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. ഇപ്പോൾ എന്താ അറിയില്ല, ഒന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. മോള് കാര്യമായിട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ രണ്ടുപേർക്കും ഇഷ്ടമായില്ല, എനിക്കും ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എല്ലാം നോക്കി. പിന്നെ മോനിക്കും കിട്ടിയില്ല, ഹസ്സിനും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടാ മാളിൽ തന്നെ. പിന്നെ മാളിൽ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. മാളിൽ നമ്മൾ മാക്സിൽ പിന്നെ കയറിയപാടെ മോള് വലിയ ട്രോളിക്ക് എടുത്തിട്ട് പോകുമ്പോൾ തന്നെ മോള് ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മോള് കളിയാക്കിയിട്ടാ. അതാ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു ഒരുപാട്. പിന്നെ എന്നിട്ട് ട്രോളിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ കിട്ടുന്നില്ല, ആ ഒരു പ്രതീക്ഷയില്ലാന്ന് മോള് പോയതിട്ട്. ശരിക്കും അവൾക്ക് മാക്സിന്ന് കിട്ടാറുണ്ട്. അങ്ങനെ അവളെ കുറച്ച് കളിയാക്കിയൊക്കെ ചെയ്തു. പക്ഷെ അവൾക്ക് മുഖം വിചാരിച്ച ഡ്രസ്സും കാര്യങ്ങളൊന്നും ഒക്കെ അവിടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊന്നും വാങ്ങാണ്ട് ഇറങ്ങിയിട്ട് വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. പിന്നെന്താ, ഡ്രസ്സോ കിട്ടിയില്ല. ഇനി ഫുഡെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഫുഡ് കോർട്ടിൽ വന്നിട്ടിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ മോനിക്ക് സുഷി വേണമെന്ന് പറഞ്ഞു. ഇവർ സുഷി കഴിച്ചു. സുഷി മോനിക്കല്ല, എല്ലാവരും മൂന്നാളും കഴിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സുഷിയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ KFC കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഡ്രസ്സ് വിചാരിച്ച കാര്യം നമ്മൾ ശരിക്കും ഇതിൻ്റെ പർച്ചേസായിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഫുഡടി മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ, വേറൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് ഓൺലൈനിലാണ് കേട്ടോ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും പർച്ചേസും കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഇനി നെക്സ്റ്റ് ഏതായാലും പെരുന്നാളാവാനായില്ലേ. അപ്പോൾ പിന്നെ മക്കൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പുറത്ത് പോക്കൊന്നും നടക്കില്ല. പിന്നെ ഇവർക്കൊന്നും ഇഷ്ടാവുന്നില്ല. പിന്നെ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ഓൺലൈനിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ചെയ്തത് കേട്ടോ. ആ ഡ്രസ്സിൻ്റെ പിക്കൊക്കെ ഇൻഷാ അല്ലാ ഇതിനിടാം. പിന്നെ നമ്മളിവിടെ എത്തി വീട്ടിൽ. പിന്നെ അവിടെ നിന്നും പിന്നെ ഇവർ കളിക്കുക അത്ര, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അടിപിടിയൊക്കെ കളിച്ചിട്ടാട്ടെ റൂമിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഓക്കെ, ബൈ.